പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ ഒരു മാർഗം പറഞ്ഞു തരട്ടെ. ഒത്തിരി മാർഗങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ശ്രദ്ധിക്കണം. എന്നാൽ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു പ്രധാന കാര്യം മത്തായി സുവിശേഷം 23 അധ്യായം അതിൻ്റെ 12 വചനം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. നോക്കിക്കേ, ഉയർത്തപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം തന്നെത്താൻ താഴ്ത്തുക. ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ താഴ്മ ധരിക്കുക. പ്രത്യേകിച്ച് മറ്റുള്ളവരോടുള്ള സംസാരം, പ്രവൃത്തി, കൊടുക്കൽ വാങ്ങലുകൾ, ഇടപെടലുകൾ, ഇവയിലെല്ലാം താഴ്മ ധരിക്കുവാൻ, വിനയം പാലിക്കുവാൻ, വിധേയത്വം പ്രാക്ടീസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അനുഗ്രഹവും ഉയർച്ചയും ഒന്നും തേടി എങ്ങും പോകണ്ട. കർത്താവ് നാം ധരിക്കുന്ന താഴ്മയെ മാനിച്ച് കർത്താവ് ഉയർത്തും. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ചെറിയ ആയുസ്, നമ്മുടെ വാക്കിൽ, നമ്മളുടെ ജീവിത രീതിയിലൊക്കെ എന്താ പറയുന്നേ, പ്രൈഡ് വരാതെ, അഹങ്കാരവും ഈഗോയും ഒന്നും വരാതെ എല്ലാവരോടും, സകല മനുഷ്യരോടും താഴ്മയോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ ഇടപെടുവാൻ, അപ്രകാരമുള്ളൊരു സംസാര ശൈലി ഉണ്ടാകുവാൻ നമുക്കെല്ലാം ശ്രദ്ധിക്കാം. നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ജീവിത രീതി കൊണ്ടോ ഒന്നും എവിടെയും ഒരു അഹങ്കാരം ഉണ്ടാകാതെ എത്രത്തോളം താഴ്ത്താമോ അത് ദൈവസന്നിധിയിലും മറ്റുള്ള മനുഷ്യരുടെ മുമ്പിലും നമുക്ക് താഴ്ത്താം. നമ്മളെ തന്നെ താഴ്ത്താം, താഴ്മ ധരിക്കാം. അപ്രകാരം കർത്താവിനാൽ നമുക്ക് ഉയർത്തപ്പെടും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ വചനം അനുസരിക്കുവാൻ ഞങ്ങൾ മനസ്സ് വയ്ക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ജീവിതത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ സ്വയം പ്രശംസിക്കുകയോ ഉയർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ അപ്പാ. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവേ. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നാഥ. മഹത്വ പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ബ്ലെസ് യു.